മൂന്നാം തവണയും തോൽക്കും. കോൺഗ്രസിന് പ്രതീക്ഷ വേണ്ട. അടപടലം തോൽക്കുമെന്ന് കനകൊലുവിന്റെ സർവേ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ള കോൺഗ്രസിന്റെ പ്രതീക്ഷയെ കാറ്റിൽ പറത്തി കനകൊലുവിന്റെ സർവേ. മൂന്നാം തവണയും കോൺഗ്രസ് പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുലോഗു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നതായി സൂചന. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാമത്തെ പരാജയത്തിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് സർവേ വലിയ തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഗുണം ചെയ്യുന്നില്ല എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇതിനകം തന്നെ പാർട്ടിക്ക് അധപ്പതനം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് കനകൊലു സർവേയിൽ പറയുന്നു. കോൺഗ്രസ് കനകൊലുവിന്റെ സർവേ വളരെ ആധികാരികമായിട്ടാണ് എടുക്കാറുള്ളതെന്നും എന്നാൽ കോൺഗ്രസ് ഇതെങ്ങനെ എടുക്കുമെന്ന് കണ്ടറിയണമെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ പറയുന്നു. പൊതുവിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ, മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം, ശശി തരൂരിന്റെ സ്റ്റാർട്ടപ്പ് പ്രസ്താവന, ഡൽഹിയിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തിയ ചർച്ചകളിലുമെല്ലാം പാർട്ടിക്കകത്തും UDF-നകത്തും ഐക്യമില്ലെന്ന് തെളിയിക്കുന്നതാണ്. കോൺഗ്രസിനകത്ത് നേതൃതർക്കമുണ്ട്. ശശി തരൂർ നേതൃദാരിദ്ര്യമുണ്ടെന്ന് പറയുന്നു. ഈ വക കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ കനകൊലുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സത്യമായി മാറാമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിൽ വരണമെങ്കിൽ ആദ്യം വേണ്ടത് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുകയുള്ളതാണെന്നും ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും പറഞ്ഞു. ഇപ്പോൾ തന്നെ മുഖം രക്ഷിക്കാൻ കഴിയുന്നത് ലീഗ് എന്ന പാർട്ടി കൂടെ ഉള്ളതുകൊണ്ടാണ്. അവർ മലബാറിൽ നേടിയെടുക്കുന്ന സീറ്റ് തന്നെയാണ് രക്ഷയാകുന്നത്. തെക്കൻ കേരളത്തിലെ മുസ്ലിം വോട്ടുകളും മലബാറിലെ വിദ്യാസമ്പന്നരായിട്ടുള്ളവർ നിന്നുള്ള മുസ്ലിം വോട്ടുകളും സിറിയൻ ക്രിസ്ത്യൻ വോട്ടുകളും ഒന്നും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഫക്രുദ്ദീൻ അലി പറയുന്നു. 2026 കേരളം അസം തെരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളുടെ ചുമതലയാണ് കനകൊലുവിനെ പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താനാണ് കനകൊലുവിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ചുമതല. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള നൂതന മാർഗങ്ങൾക്ക് കനകൊലുവും സംഘവും രൂപം നൽകും. കനകൊലുവിന്റെ ടീമിന് പുറമെ ഏതാനും ഏജൻസികളെ കൂടി സർവേക്കായി ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സർവേയാണ് മറ്റ് ഏജൻസികൾ പ്രധാനമായും നടത്തുന്നത്.